ആവേശം നിറഞ്ഞതായിരുന്നു ഇത്തവണത്തെ മീഡിയ വൺ ലുലു സ്റ്റാർ ഷെഫ്. തീറ്റ മത്സരം, മുട്ടിപ്പാട്ട്, മ്യൂസിക്കൽ നൈറ്റ്, അങ്ങനെ എന്റർടൈൻമെന്റുകളും ഏറെ. കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കുമുള്ള അവസരവും. അതിനാൽ തന്നെ മനുഷ്യരാൽ സജീവമായിരുന്നു സ്റ്റാർ ഷെഫിന്റെ വേദികൾ അത്രയും. സൗദിയിലെ 3 മേഖലകളിലായി ഈ വർഷത്തെ സ്റ്റാർ ഷെഫ് പൂർത്തിയായി. ജനകീയ പങ്കാളിത്തം കൊണ്ടും ഉള്ളടക്കത്തിലെ വ്യത്യസ്ത വിഭവങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു മത്സരങ്ങൾ. ഓരോ ഇടത്തെയും വിജയികളിലൂടെയും മത്സരത്തിലെ കൗതുക കാഴ്ചകളിലൂടെയും ഒന്ന് പോകാം. ദമ്മാം, റിയാദ്, ജിദ്ദ എന്നീ 3 നഗരങ്ങളിലായിട്ടായിരുന്നു ഇത്തവണത്തെ സ്റ്റാർ ഷെഫ് മത്സരങ്ങൾ. മത്സരങ്ങൾക്ക് പുറമെ വിവിധ പരിപാടികളും ഉൾപ്പെടുത്തിയതിനാൽ എല്ലാത്തരം ആളുകളും സ്റ്റാർ ഷെഫിലേക്ക് ഒഴുകിയെത്തി. ആവേശം വാനോളമുയർത്തിയത് തീറ്റ മത്സരങ്ങളായിരുന്നു. പൊറോട്ട, ചിക്കൻ ചാറിൽ മുക്കിയടിക്കാൻ വനിതകളും വന്നതോടെ മത്സരം കനത്തു. എൻ്റെ പേര് റഫ്ഷദ്. ഞാൻ നാട്ടിലെ തലശ്ശേരിയിൽ നിന്നായിരുന്നു. ഞാനിവിടെ റിയാദിൽ IT സപ്പോർട്ട് എഞ്ചിനീയറായി വർക്ക് ചെയ്യാണ്. ലുലു മീഡിയ വൺ നടത്തിയ ഈറ്റിംഗ് ടൈറ്റൻസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടി. അതിൻ്റെ വന്നതാണ്. തീരെ പ്രതീക്ഷിച്ചിട്ടില്ല മത്സരത്തിൽ ജയിക്കുമെന്ന്. ഇവിടെ വന്നു 25 പേരോടുണ്ടായിരുന്നു മത്സരത്തിൽ. അതിലെനിക്ക് ഫസ്റ്റ് 1ാമതായിട്ട് കിട്ടി. റിയാദിൽ ആവേശം പകരാൻ മുട്ടിപ്പാട്ടുമുണ്ടായിരുന്നു. പാട്ടുകാർക്കൊപ്പം കല്ലുകൂടി വേദിയിലെത്തിയപ്പോൾ മുട്ടിപ്പാട്ടിന് കട്ടികൂടി. ദാന റാസിക്കും ദുർറ റാസിക്കും സ്റ്റാർ ഷെഫിന്റെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. ഇരുവരും പാടിക്കേറിയത് പാട്ടുപ്രേമികളുടെ മനസ്സുകളിലേക്കായിരുന്നു. ഷെഫ് പിള്ള, കല്ലു, ഫജീദ ആഷിഖ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ. 3 പേരും ഒരുമിച്ചപ്പോൾ പല മത്സരങ്ങൾക്കും ഇരട്ടി ആവേശമായി. 6 ഇനം മത്സരങ്ങളായിരുന്നു ഇത്തവണ ഒരുക്കിയത്. പ്രധാന മത്സരമായ സ്റ്റാർ ഷെഫ്, ജൂനിയർ ഷെഫ്, കേക്ക് ഡെക്കറേഷൻ, ഈറ്റിംഗ് ടൈറ്റൻ, കളറിംഗ്, പിന്നെ ഡ്രോയിങ്ങും. എല്ലാ മത്സരങ്ങളും ജനപങ്കാളിത്തത്താൽ ഏറെ ശ്രദ്ധേയമായി. ദമാമിൽ സ്റ്റാർ ഷെഫായി തെരഞ്ഞെടുത്തത് റുക്സാന സമീറിനെയായിരുന്നു. മീഡിയ വൺ ഒരുക്കിയ സ്റ്റാർ ഷെഫ് സീസൺ 2 പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വിന്നറായതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊരു ഇറ്റാലിയൻ ഡിഷായിട്ടുള്ള റിസോർട്ടാണ് ഉണ്ടാക്കിയത്. അത് നമ്മുടെ നാടൻ സ്റ്റൈലിൽ കടച്ചക്കയും കപ്പയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഒരുപാട് സന്തോഷം, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പ്രഗത്ഭരായ ഷെഫ്മാരുടെ കയ്യിൽ നിന്നും പ്രൈസ് വാങ്ങിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് ടു മീഡിയ വൺ. മീഡിയ വൺ ഒരുക്കിയ സീസൺ 1 ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് പ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത വർഷം ഉണ്ടായാലും എന്തായാലും പ്രൈസ് വാങ്ങണം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ചെയ്തത്. ഒരുപാട് എഫേർട്ട് ഇട്ടു. ഒരാഴ്ചയായി ഇതിൻ്റെ പുറകെ നടക്കുന്നു. എന്തായാലും കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക്സ് ടു മീഡിയ വൺ. വ്യത്യസ്തമായ രുചി തീർത്ത് റിയാദിൽ സ്റ്റാർ ഷെഫായത് സുനൈദ അസീസ് ആയിരുന്നു. ഞാൻ നാട്ടിലുള്ള സമയത്താണ് ആദ്യത്തെ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതിൽ തന്നെ പങ്കെടുക്കായിട്ട് ഭയങ്കര ഒരു മിസ്സായി പോയൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ പങ്കെടുക്കണം, എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിന്. അപ്പോൾ മാക്സിമം എൻ്റെ എഫേർട്ട് എടുത്തിട്ടുണ്ടായിന്. ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടാക്കിയത് ഞാൻ പിന്നെ ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു റോളാണ് ഉണ്ടാക്കിയത്. അത് നമ്മളൊരു കണ്ണൂർ സ്റ്റൈലിലുള്ളൊരു ഫുഡിനെ അത് കുറച്ച് മാറ്റം വരുത്തിയിട്ട് ചെയ്തു. എൻ്റെതായിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തത്. അവസാന മത്സരങ്ങൾ നടന്നത് ജിദ്ദയിലായിരുന്നു. ജിദ്ദയിലെ സ്റ്റാർ ഷെഫ് കിരീടം ചൂടിയ ജേതാവ് ഇങ്ങനെയാണ് പറയുന്നത്. മീഡിയ വണ്ണിൻ്റെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ വിൻ ചെയ്യാൻ പറ്റിയാലും അതിലും വലിയ സന്തോഷം. പിന്നെ ഞാൻ ഷെഫ് പിള്ളൻ്റെ ഭയങ്കര ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ഡിഷുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ, സാറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ മീഡിയ വണ്ണിനും ലുലുവിനും എല്ലാവർക്കും നന്ദി പറയുന്നു. ലുലു ഗ്രൂപ്പായിരുന്നു ഇത്തവണ സ്റ്റാർ ഷെഫിന്റെ ടൈറ്റിൽ സ്പോൺസർ. പ്രസന്റിംഗ് സ്പോൺസറായി ജയ് മസാലയും കൂടെ സൗദിയിലെ ഒട്ടനവധി സ്ഥാപനങ്ങളും. 50,000 റിയാൽ മൂല്യമുള്ള ക്യാഷ് പ്രൈസാണ് വിജയികൾക്കായി ഇത്തവണ നൽകിയത്.
പ്രവാസികളോട് അടുത്തു ചേർന്ന് നിൽക്കുകയാണ് മീഡിയ വണ്ണിന്റെ പ്രധാന ലക്ഷ്യം. അത് തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ ജനങ്ങൾക്കിടയിലെ സ്വീകാര്യതയും. പ്രവാസികൾ ആഗ്രഹിക്കുന്ന അനുഭവങ്ങൾ നൽകാൻ മീഡിയ വൺ ശ്രമകരമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം ഉത്തരമാണ് സ്റ്റാർ ഷെഫ് അടക്കമുള്ള ഓരോ പരിപാടികളും.